ആദ്യത്തെ ബെഡ്റൂമാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ഡിസൈൻ ചെയ്തതല്ല, ഇതിന്റെ വൈഫ് ഡിസൈൻ ചെയ്ത ബെഡ്റൂമാണ്. ഇത് എന്തിനാണെന്നറിയോ? ഇത് ഇങ്ങനെ എടുത്ത് പൊക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോ എന്തിനാണെന്നറിയോ? അയൺ ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ്. നമ്മുടെ വീട്ടില് അയൺ ചെയ്യാനായിട്ട് മാത്രം ഒരു സ്പേസ് ഉണ്ട്. വലിയൊരു മിറർ ഉണ്ട്, 3.6 നല്ല വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് നമുക്ക് ഡ്രസ്സിംഗ് ഒക്കെ ഇവിടെ ഇരുന്ന് കാണാൻ പറ്റുന്ന രീതിക്ക്, അതും ബ്ലാക്കിലാണ് അതിന്റെ ഇത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ചെരുപ്പ് ഇല്ലാതെ നടക്കണേ, ഇത്രയും വെയിൽ കൊണ്ടിട്ട് കാല് ചൂടുണ്ടോ? ഈ നിൽക്കുന്ന സാധനം ഊറിയിട്ട് വേസ്റ്റ്, അതായത് ചളി ഇവിടെ നിന്ന് ഈ സാധനം തുറക്കുകയാണെങ്കിൽ ചളി എന്താവും? ഇതാ കാണിച്ചപ്പോ ഈ പോയത് ചളിയാണ്. സ്വന്തമായിട്ട് ഇത്രയും നല്ലൊരു വീടൊക്കെ വെച്ചിട്ട് കേറിയിരിക്കുന്നത്, അതും ന്യൂ ഇയർ ആയിട്ട് അല്ലേ? എന്താ ആ ഒരു ഫീൽ? സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പേരൊന്നും ഞാൻ ആശിച്ച സാധനമല്ല. ഇങ്ങനത്തെ ഒരു വീട് പണിയെടുക്കാൻ വേണ്ടി ആഗ്രഹിച്ചായിരുന്നു. അതാകുമ്പോൾ നമുക്കൊരു 10-30 ദിവസം അല്ലെങ്കിൽ 35 ദിവസം കൂടുതൽ ജോലി കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. എൻ്റെ വാപ്പ ഒരു 5 മാസം മുമ്പ് മരണപ്പെട്ടു. ആ മരണപ്പെട്ട ടൈമിൽ ഈ മയ്യത്ത് കാണാൻ പോലും ആളുകൾ വരാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇടവഴിയിലൂടെ ഞാനും എൻ്റെ അളിയനൊക്കെ കൂടി ഇങ്ങനെ ഇതിങ്ങനെ മയ്യത്ത് ഇങ്ങനെ പിടിച്ചു വരുമ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ഒരു പഠിച്ചോനെ നാളെ ഇനി ഇത് ആർക്കാണ് വരിക. എൻ്റെ കല്യാണത്തിന് 2000 ആൾ വിളിച്ചു, പക്ഷെ എൻ്റെ വാപ്പ മരിച്ച ടൈമിൽ 200 ആൾ പോലും വന്നില്ല എന്നുള്ളതാണ്. അത് ഭയങ്കര സങ്കടമല്ലേ? കാരണം നമ്മുടെ എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ആളുകൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു മരണം ഉണ്ടെങ്കിൽ അതിനും കൂടെ നിൽക്കണ്ടേ? കീഴ്പ്പെട്ടിക്ക് നോക്കി പെരുമാറിക്കോ, വന്ന വഴി മറക്കരുത്, പടച്ചോനെ മറന്ന് ഇതാക്കരുത്, തല മറന്ന് എണ്ണ തേക്കരുത് എന്നൊക്കെ എനിക്ക് കമന്റ്സ് വരുന്നത്. അതിൽ വന്ന കമന്റുകൾ വേറെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ വെറുതെ കിട്ടിയ പൈസ അല്ലേ എന്നാണ്. കൊളാബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ കുറേ സാധനമൊക്കെ ഇതിൽ കൊളാബ് ഉണ്ട്. ചെറിയ ചെറിയ പൈസ ഉള്ള സാധനങ്ങളൊക്കെ കൊളാബ് ഉണ്ട്. കാരണം ഇപ്പോൾ ഒരു ഷൂറേക്ക് ആണെങ്കിലും അതിന് മുകളിലുള്ള വാട്ടർ പ്രൂഫ് ആണെങ്കിൽ കൊളാബാണ്. ഇപ്പോൾ ഓട്ടോമാറ്റിക് ഗേറ്റ് ആണെന്നുണ്ടെങ്കിൽ കൊളാബാണ്. കാരണം ഞാനൊന്ന് പൈസ മുടക്കിയിട്ട് ഓട്ടോമാറ്റിക് ഗേറ്റ് ഞാൻ വെക്കൂല. ഇനി ഞാൻ സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ പേടിച്ചുകൊണ്ട് കുത്തിരിക്കാറ്. ഒരു 3 വർഷം മുമ്പ് വരെ ഞാൻ ഇവിടുത്തെ ചെക്കന്മാരുടെ കൂടെയാണ് കൂലിപ്പണി ഉണ്ടായിരുന്നത്. അപ്പോൾ ആ പണിക്കാരൻ അവരെ മുമ്പ് കൂടെ തന്നെ കാറിൽ പോകുന്നു, വലിയ വീട് വെക്കുന്നു, ആർക്കും പറ്റൂല. ഈ വീട്ടിലെ ആദ്യത്തെ ബെഡ്റൂമാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. താഴെയുള്ള ഒന്നാമത്തെ ബെഡ്റൂം അല്ലേ? കമോൺ കയറി വരൂ. ഇത് നിങ്ങളുടെ ബെഡ്റൂമാണോ? ബേബിക്കുള്ള ബെഡ്റൂമാണോ? അല്ല, ഇത് എനിക്കും വൈഫിനും ബേബിക്കും. പിന്നെ താഴത്തെ നമുക്ക് 2 ബെഡ്റൂമായിരുന്നു. ഒന്ന് ഉമ്മക്കും ഒന്ന് ഞങ്ങൾക്കും. ഉമ്മക്കുള്ളത് ആ പുറത്തും ഞങ്ങൾക്കുള്ളത് ഈ പുറത്തും. അതായത് മുകളിൽ 2 ബെഡ്റൂം വരുന്നുണ്ട്. അതായത് പെങ്ങന്മാരൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ കിടക്കാൻ. കാരണം ഈ ഒരു 4 ബെഡ്റൂം ആക്കാനുള്ള കാരണം തന്നെ അങ്ങനെ. അതായത് വിരുന്നൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഹോട്ടലൊക്കെ എടുക്കേണ്ട സ്ഥിതിയാണ് അവിടെ വരുമ്പോൾ. അപ്പോൾ അതൊന്നും ഇവിടെ വേണ്ട, ഇവിടെ ഒരു പുതിയൊരു ജീവിതം തുടങ്ങാന്നുള്ള ലെവലിൽ. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ഡിസൈൻ ചെയ്തതല്ല, ഇതിൻ്റെ വൈഫ് ഡിസൈൻ ചെയ്ത ബെഡ്റൂമാണ്. അതായത് ഈ ഒരു കളർ കോമ്പിനേഷൻ അവളാണ് പിടിച്ചിട്ടുള്ളത്. ഒരു വൈറ്റ് തീം, അതിൽ തന്നെ ഫുള്ള് ഈ ടൈപ്പ് വിൻഡോ. ഇവിടെയൊക്കെ നല്ല പുറത്തേക്ക് വ്യൂ ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഇതൊക്കെ അവള് അതായത് അവള് ഓൺലൈനിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്ത് സെറ്റ് ചെയ്തതാണ്. ഇത് നമ്മളെ ബേബി ഇങ്ങോട്ട് മറയാതിരിക്കാൻ വേണ്ടിയിട്ട് കട്ടില് നമ്മൾ സ്ക്രൂ ചെയ്ത് വെച്ചെടുക്കാണ്. ഇതൊക്കെ പിന്നെ കുഷനാണ് കേട്ടോ. അതായത് ഈ ഒരു റൗണ്ടിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്തതാണ് ഈ ബെഡ്. പിന്നെ ഇതൊക്കെ പേസ്റ്റൽ കളർ, അതായത് ഈ ഒരു ബെഡ്റൂമിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്. പിന്നെ ഈ ഹാങ്ങിങ് ലൈറ്റ് ശരിക്കും ഇങ്ങനെയാണ് വരേണ്ടത്. ഇത് കൂടിയിരിക്കുന്ന ടൈമിൽ ഏതൊരു കുട്ടി പിടിച്ച് വലിച്ച് ഇങ്ങോട്ടാക്കിയതാണ്. ഇനി ഇത് അങ്ങോട്ട് തന്നെ തിരികണം. അതായത് ഇത് നമ്മളൊരു ടച്ച് മിററാണ് വരുന്നത്, അതവിടെ സ്വിച്ച് ഓൺ ആക്കണം. അതായത് ഒരു മേക്കപ്പ് സെറ്റ് പോലെ ചെറിയൊരു സംഭവം. പിന്നെ ഒരു നല്ലൊരു ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. അല്ലാതെ കൂടുതൽ ഡിസൈനൊന്നും ഇല്ല, സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കട്ടില് 6x5 വരുന്ന കട്ടില്, അതും 10 ഇഞ്ചിന്റെ ബെഡാണ് വരുന്നത്. ബെഡ് മാട്രസ് ആണോ എന്ന് ഇരുന്ന് നോക്കി എങ്ങനെ ഉണ്ടോ നോക്കാം. അത് കിടക്കുന്നതിന് നമുക്കറിയാൻ കഴിയില്ല, അത്രയും നല്ല കംഫർട്ടാണ് മാട്രസ്. പിന്നെ കൂടുതൽ ലൈറ്റ് ഒന്നുമില്ല, ഇവിടെ ചെറിയ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ബെഡ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബെഡിന് സൈഡ് ടേബിളും ഒക്കെ ഇവിടെ തന്നെ കസ്റ്റമൈസ് ചെയ്താണ്. പിന്നെ ഒരു മെയിൻ ഹൈലൈറ്റ് മിറർ കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ ഇരുന്ന് മേക്കപ്പ് സെറ്റ്, അതായത് ചെറുതായിട്ടൊക്കെ ഒന്ന് മേക്കപ്പ് ചെയ്യാനുള്ള ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ തൊട്ടടുത്ത് തന്നെ നമ്മൾ എന്താക്കണേ വാൾഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അതായത് സ്ലൈഡിങ് വാൾഡ്രോബാണ്, അതൊന്നും വൃത്തിക്ക് വെച്ചില്ല. പിന്നെ മുകളിൽ നമുക്ക് ബെഡ്ഷീറ്റ് ഒക്കെ വെക്കാനുള്ള ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാത്റൂമും ഇതേമാതിരി ഹൈഡ് ചെയ്തിട്ടാണ്. ബാത്റൂം ഇതാ ഇവിടെ
നല്ലൊരു അറ്റാച്ച്ഡ് ബാത്റൂമും 2 പാർട്ടീഷനായിട്ട് വരുന്നുണ്ട്. കുളിക്കാനും ടോയ്ലറ്റൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അതും വൈറ്റിൽ തന്നെയാണ് ഡോറ് വരുന്നത് കേട്ടോ. ഇത് മൊത്തത്തിൽ ഓളാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മുകളിലേക്ക് പോവാം. മുകളിലോട്ട് പോവാം. കയറി വരുമ്പോൾ തന്നെ ഇതൊരു വ്യൂ ആയിട്ട് വെച്ചിട്ടുണ്ടല്ലോ ഈ ഒരു വിൻഡോ സർക്കിൾ ആയിട്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിങ്ങനെ ഗ്ലാസ് ടൈപ്പ് ആവുകൊണ്ട് അവിടുന്ന് നല്ല വെളിച്ചം നമ്മുടെ ഹാളിലോട്ട് കിട്ടുന്നുണ്ട്. കണ്ടില്ലേ? അതെ, അവിടുത്തെ വെളിച്ചം ഫുള്ള് 4 പുറത്തും വെളിച്ചങ്ങള് നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് ഈ കോണി കയറുമ്പോ കാല് കടച്ചിലങ്ങനെ ഇത് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല, നല്ല കംഫർട്ടബിൾ ആ. പിന്നെ അങ്ങനെ കുലുക്കവും കാര്യങ്ങളും ഇല്ല. പിന്നെ ഒന്നാമത് മരം ആവുന്നുണ്ട്, വെളുക്കണതിന്റെ പഴക്കില്ല. ഓക്കെ. പിന്നെ ഈ കാണുന്നത് ഇത് മരമായിട്ട് തോന്നുന്നുണ്ടോ? ഇത് ടൈലാണ്. ഓ, ഇത് ടൈലാണ്. ഇതിപ്പോ നമ്മുടെ താഴത്തെ നടുമുറ്റം ഉണ്ടല്ലോ. അതെ, ഇവിടുന്ന് നേരെ നോക്കിയ നടുമുറ്റം കാണാം. ഇതാണ് നമ്മുടെ മഴ പെയ്യുന്ന ആ സ്പേസ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സ്പേസ്. ഇവിടെ ഇരിക്കാനും നല്ല സുഖ, ഡയറക്റ്റ് ആകാശം കാണാം. ഡയറക്റ്റ് ആകാശം മാത്രമല്ല, ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഒരു 3 പേർക്കൊക്കെ ഇരിക്കാം, അവിടെ ഒരു 3 പേർക്ക് ഇരിക്കാം, അവിടെ ഒരു 3 പേർക്ക് ഇരിക്കാം. കുറേ ആളുകൾക്ക് ഫംഗ്ഷൻ നടക്കുമ്പോൾ ഇത് ഇരിക്കാനുള്ളൊരു സ്പേസാണ്. പിന്നെ കുട്ടികൾക്ക് അങ്ങോട്ട് വീഴാതിരിക്കാനാണ് ഞങ്ങളൊരു പ്രൊട്ടക്ഷനായിട്ട് ഇത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഈ വീട്ടിൽ ശ്രദ്ധിക്കണതൊക്കെ ഈ ഒരു ടൈപ്പിലാണ് എല്ലാം പോയിട്ടുള്ളത്. അതായത് നമ്മൾ മതിലാണെങ്കിലും ഗേറ്റ് ആണെങ്കിലും ഇനി ഹാൻഡ് റെയിലാണെങ്കിലും എല്ലാം നമ്മൾ ഈ വെർട്ടിക്കൽ ടൈപ്പിലാണ് പോളിഷ് റാഡ് കൊടുത്ത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിനൊക്കെ ലൈറ്റ് ഉണ്ട് കേട്ടോ. അതായത് ഇതൊക്കെ ലൈറ്റുകൾ കൊടുത്തിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ മുകളിലെ ഹാള് വരുന്നത്. ഹാൾ. ഓക്കെ ഓക്കെ, നമുക്ക് ഇവിടെ നോക്കിയാൽ കാണുന്ന ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ആണല്ലേ അത്. ഒരു ഹാങ്ങിങ് ലൈറ്റ്, ആ ഒരു വിൻഡോനെ കുറിച്ചാണ് കയറി വന്നപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് ഈ ഒരു ഹാങ് ലൈറ്റ് കണ്ടോ? ഈ ഒരു ഹാങ് ലൈറ്റ് ആയാലും ആ ഒരു 2 പുറത്തുള്ള ഹാങ്ങിങ് ആയാലും ഒക്കെ ഇതിന് മാച്ചിങ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് വുഡാണ്. അതായത് ഇപ്പൊ നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഇത് വരെ വുഡാണ്. അതായത് ഇതിനെന്താ വെച്ചാൽ ഒരു കംപ്ലീറ്റ്ലി ഫിനിഷിങ് ആയി. ഇവിടെ ഈ ഒരു സെക്ഷൻ മൊത്തം വുഡിലും ആ ഒരു എന്താണ് ഹാൻഡ് റെയിലും മൊത്തത്തിൽ വുഡാണ്. ഇനി അത് മാത്രമല്ല, ഇവിടെ വേറൊരു സംഭവം ഒളിച്ചെടുക്കുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഒരു പീസ് ഓഫ് വുഡ് ഇങ്ങനെ ചാരി വെച്ചിരിക്കുന്നു. ഇതെന്തിനാന്നറിയോ? ഇത് ഇങ്ങനെ എടുത്ത് പൊക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ എന്തിനാണെന്നറിയോ? അയൺ ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ്. നമ്മുടെ വീട്ടിൽ അയൺ ചെയ്യാനായിട്ട് മാത്രം ഒരു സ്പേസ് ഉണ്ട്. അതിന് നമ്മൾ പോയിന്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഇതിന്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞില്ല. ഇനി ഇവിടെ എന്താ വെച്ചാൽ ഇസ്തിരി പെട്ടി, നമ്മൾ അയൺ ബോക്സ് വെക്കാനുള്ള ഇത് വെക്കാനുണ്ട്. നമ്മൾ വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം, ഇസ്തിരി ഇടല് കഴിഞ്ഞതിന് ശേഷം ഈ സാധനം മടക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്പേസ് അവിടെ ഉണ്ടാവും. നമുക്ക് ഇനി ഇവിടെ ഹാങ്ങിങ് സിസ്റ്റം കൂടി ആക്കണം. പിന്നെ ഈ മൂലക്കിലാണ് നമ്മൾ എന്താക്കുന്നത്? ഈ ഒരു മൂല കണ്ടോ? ഇനി ഇവിടെ നമുക്ക് തയ്യൽ മെഷീൻ വരാണ്ട്. അതിപ്പോൾ പഴയ വീട്ടിലുള്ളത്. അപ്പോൾ അതിന് ബെഞ്ച് ഓൾറെഡി ആ സൈഡ് കറക്റ്റ് സാധനം വാങ്ങി വെച്ചിരിക്കുന്നത്. ഇവിടെ തയ്യൽ മെഷീൻ ആണെങ്കിൽ ഈ 2 സ്ഥലം അതിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അടിപൊളി. ഇവിടെ വിൻഡോസ് ഉണ്ട്. ഇതൊക്കെ വലിയ വിൻഡോസുകളാണ്. ഇത് നമ്മളെന്താ വെച്ചാൽ അടച്ചു വെച്ചിരിക്കണം. ഇപ്പൊ മുകളിൽ ഇപ്പൊ അധികം ആളങ്ങനെ കയറലില്ല. വീട്ടിൽ എന്തെങ്കിലും ആളുണ്ടെങ്കിൽ മാത്രം മുകളിൽ യൂസ് ചെയ്യാം. ഞാൻ എടുത്തു വെച്ചതാണ്. ഭാവിയിൽ നമുക്ക് ഒരു വട്ടേ വീട് പണിയെടുക്കുള്ളൂ. പിന്നീട് വീട്ടില് നമ്മൾ പൈസ ഇറക്കണതും മെയിൻ്റെനൻസ് ഒക്കെ പണി തന്നെ. നമ്മൾ കിച്ചൺ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഒരു വീടിന്റെ മാസ്റ്റർ ബെഡ്റൂം ആയിരിക്കും. സോ നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കയറാം. ഇതാണ് നൗഫലിന്റെ മാസ്റ്റർ ബെഡ്റൂം. അല്ല, അപ്പൊ നിങ്ങൾക്ക് 2 ബെഡ്റൂം ഉണ്ടോ? അല്ല, ഇത് ഞാൻ സത്യം പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് പർപ്പസിനൊക്കെ ഉപയോഗിക്കാന്നുള്ള ഒരു സ്റ്റുഡിയോ ആക്കാൻ വേണ്ടിയിട്ടുള്ള ലെവലായിരുന്നു. പിന്നെ ഞാൻ അതിന്റെ ഒരു ആവശ്യമില്ല എന്ന് വിചാരിച്ചു പിന്നീട്. കാരണം ആളുകളൊക്കെ വരുമ്പോൾ പിന്നെ ഈ ഒരു റൂമാണ് ഏറ്റവും വലുത്. അപ്പൊ പിന്നെ ഒരു പിന്നെ വാടകയ്ക്ക് കൊണ്ടുവരും, അല്ല റൂം വേറെ എടുക്കേണ്ടി വരും. അപ്പൊ പിന്നെ അത് ഒഴിവാക്കി ഇത് ബെഡ്റൂം തന്നെ ആക്കാന്ന് വെച്ചാൽ ഇവിടെ ഉള്ളത് നമ്മൾ കസ്റ്റമൈസ് ചെയ്തതാണെന്ന് വെച്ചാൽ കസ്റ്റമൈസ് ചെയ്തതാണ്. പക്ഷെ നമ്മൾ വീട്ടിൽ വെച്ചിട്ടല്ല, വേറെ പുറത്തുനിന്ന് 2 ദിവസം കൊണ്ട് കസ്റ്റമൈസ് ചെയ്താണ് ഈ സാധനങ്ങളൊക്കെ. ഇതൊക്കെ എന്താ? ഇതെല്ലാം വാൾഡ്രോബാണ് വരുന്നത്. ഇതൊക്കെ വാൾഡ്രോബും അതിനനുസരിച്ച് നമ്മൾ ഡിസൈൻ പറഞ്ഞു കൊടുത്തതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തതാണ്. ഇത് വുഡാണ്. ഇത് വുഡ്. ഇത് വേറെ ഏതോ ഒരു സാധനം, പേര് എനിക്കറിയില്ല. പക്ഷെ ഇതിൻ്റെയൊക്കെ തുണികളൊക്കെ അങ്ങനെ അലങ്കോലമായിട്ടാണ് വെച്ചിട്ടുള്ളത്. കാരണം ഹൗസ് വാമിങ് കഴിഞ്ഞുകൊണ്ട് ഇതൊന്നും അടുക്കി ഒതുക്കി വെക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഇവിടെ ഒരു 3 അടിയിൽ വലിയൊരു മിററുണ്ട്. 3-6 നല്ല വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട്. അതായത് ഇങ്ങനെ വൈഫും കുട്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഫോട്ടോ ഫ്രെയിമും എടുക്കാനായിട്ട് ഫുള്ളായിട്ട് നമുക്ക് ഡ്രസ്സിങ് ഒക്കെ ഇവിടെ ഇരുന്ന് കാണാൻ പറ്റുന്ന രീതിക്ക്. അതും ബ്ലാക്കിലാണ് അതിൻ്റെ ഇത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു മേക്കപ്പ് സെറ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ വീട്ടില് എവിടെ തിരിഞ്ഞാലും ഏറ്റവും കൂടുതൽ മിറേഴ്സ് ഉണ്ട്. വിൻഡോസ് ഉള്ള പോലെ തന്നെ
അതായത് ഇതിൽ കുറേ ഇതിൻ്റെ ഇപ്പോൾ സെറ്റായിട്ട് വരുന്നതാണ്. ശരിയാല്ലേ. ഓക്കെ, ഇതൊക്കെ കളർ കോമ്പിനേഷൻ ഒക്കെ സെറ്റാണ് ഇതിൻ്റെ. പിന്നെ അതിനനുസരിച്ച് തന്നെ നമ്മൾ കാർപ്പറ്റും വിരിച്ചിട്ടുണ്ട്. വലിയ ലെങ്ത് കാർപ്പറ്റ്, ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലായിടത്തും ഫ്രെയിംസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാത്റൂമിന് ഈ ഒരു ടൈപ്പ് ഗ്ലാസ് ഡോർ. ബാത്റൂമിന് ഈ ഒരു ടൈപ്പ് ഡോറാണ് കൊടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം വലിയ ബാത്റൂമാണ്, അതായത് വലിയൊരു ബാത്റൂമാണ്. ഓക്കെ, അത് ഈ ഗ്ലാസ് കൊടുത്തു വെച്ചിട്ട് ഉള്ളിൽ നിന്ന് നമുക്കൊന്നും കൂടി കാണാനൊന്നും കഴിയൂല, അത് മാസ്ക് ആണത്. ഓക്കെ, പിന്നെ ബെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുഷൻ. അതായത് ഇപ്പൊ എല്ലാ വീട്ടിലും ട്രെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേ വിൻഡോസ് അല്ലേ. അപ്പൊ ഇനി അതിന്റെ ഒരു കുറവാണ്ട് വെച്ചിട്ട് ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരാൾക്ക് സുഖമായിട്ട് കിടക്കാനും പറ്റും. ഇത് ഇങ്ങനെ തുറന്ന അത്യാവശ്യം വ്യൂ ഉള്ള ഏരിയ ആണ്. പിന്നെ ബെഡ് സാധാ ഒരു സിമ്പിൾ ബെഡായിട്ട് തന്നെ കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ സാധനം കണ്ടോ, ഇത് നമ്മളെ ഡ്രസ്സൊക്കെ എങ്ങനെയും പരിപാടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പെട്ടെന്ന് ഊരിയിടാനുള്ള ഒരു സ്ഥലമായിട്ടാണ്. കുറച്ച് വൃത്തിക്ക് വെക്കണമുള്ള പുതിയ ഡ്രസ്സാണ്. ഓക്കെ, ഒരു ബെഡ്റൂമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിരിക്കും അതിൻ്റെ ബാൽക്കണി. പക്ഷെ ചില റൂംസിൽ ബാൽക്കണി ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര മിസ്സിങ് ആയിരിക്കും. പക്ഷെ ഈ റൂമിലും ബാൽക്കണി ഉണ്ട് കേട്ടോ. നല്ലൊരു കിടിലൻ ബാൽക്കണി ഇവർക്ക് ഉണ്ട് അല്ലേ. അതായത് സ്ലൈഡിംഗ് ഡോർ ആണ് വരുന്നത്. ഇതെന്ന് വെച്ചാൽ റിസോർട്ട് സെറ്റപ്പ്. അതായത് നമ്മൾ റിസോർട്ടിലൊക്കെ പോകുമ്പോൾ ഇതേമാതിരി കാണലുണ്ട്. ഇപ്പം ഞാൻ വയനാടൊക്കെ റിസോർട്ട് എടുക്കുമ്പോൾ എന്തെങ്കിലും നമ്മളൊരു വീട് വെക്കുമ്പോൾ നമ്മളെ വീട്ടിൽ ഈ സാധനം ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഇത് ചെയ്യുമ്പോൾ ഇത് ടഫ് ആൻഡ് ഗ്ലാസ് കൊണ്ട് ചെയ്യണം, അല്ലെങ്കിൽ സേഫ്റ്റി കുറവാണ്. നമ്മൾ ചെയ്തിട്ടുള്ള ടഫ് ആൻഡ് ഗ്ലാസ്സിലാണ്, ഇതിന് ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം എന്തായാലും ഇത് തുറക്കാനൊക്കെ വളരെ ഈസി, അവിടെ നിന്ന് ഇങ്ങോട്ടും തുറക്കാം. ഇതിന്റെ മെയിൻ പർപ്പസ് എന്താ സംഭവം എന്ന് പറയുമോ, ഇപ്പൊ നമ്മൾ ഹാളിലാണ് ബാൽക്കണി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ വീട്ടിലെ ഹാളിലാണ് ബാൽക്കണി. പക്ഷെ അവിടെ ആരും അവന് ഇരിക്കല് കാണലില്ല. കാരണം വെച്ചാൽ പൊടി പിടിച്ചിങ്ങനെ കിടക്കും, ഒരു ആളില്ലാഞ്ഞിട്ടാവും. നേരെ മറിച്ച് ഇപ്പോൾ ഇവിടെ ആളുണ്ടെങ്കിൽ പോലും നമ്മൾ റൂമിലാണ് ബാൽക്കണി എങ്കിൽ ഇന്നിപ്പോൾ ഒരു പെട്ടെന്നൊരു ഫോൺ കോൾ വരികയാണെങ്കിൽ നമ്മൾ എന്തായാലും കുറച്ച് ഇതിൽ സംസാരിക്കുമ്പോൾ കുട്ടി നീക്കും, അങ്ങനെയൊക്കെ ഇതായിട്ട് നമ്മൾ എന്തായാലും പുറത്തേക്ക് ഇറങ്ങണം. അപ്പം അതിന് ഏറ്റവും യൂസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത്. ഞാൻ ഇവിടെ 2 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ലാപ്പൊക്കെ ഇരുന്നിട്ട്, അതായത് നല്ല കാറ്റും ഒരു നല്ലൊരു വൈബൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കാം. അപ്പം അതിനായിട്ടൊരു ബാൽക്കണി. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ ഒരു ടൈപ്പ് കണ്ടോ, ഇതിന് ഭയങ്കര എക്സ്പെൻസ് കുറവാണ്. അതാണ് ഇതിലെല്ലാം യൂസ്. ഇവിടുത്തെ ഹാൻഡ് റെയിലും അതുപോലെ മതിലാണെന്നുണ്ടെങ്കിൽ കാണാൻ ഭയങ്കര പ്രീമിയം ആവും അല്ലേ. കാരണം ഇപ്പോൾ ഒരു മതിൽ കെട്ടി തേക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതിൽ അതായത് മഴ പെയ്ത് അടുത്ത വർഷം ആകുമ്പോഴേക്കും ആ മതിൽ മൊത്തം അട്ടപ്പാസറൊക്കെ പിടിച്ചിട്ട് ആ മതിൽ ഇങ്ങനെ മെയിൻറ്റെയിൻസ് ചെയ്യണം. ഇത് കമ്പി ഒന്ന് ജസ്റ്റ് പെയിന്റ് അടിച്ചെടുത്താൽ മാത്രം മതി. കാണാനും വൃത്തിയാണ്, എല്ലാം കൊണ്ടും അടിപൊളിയാണ്, ലുക്കും കിട്ടുന്നുണ്ട്. ഇതൊക്കെ ഇഷ്ടികയാണ് കേട്ടോ. അതായത് ഇഷ്ടികയുടെ ടൈൽസ് കൊണ്ടാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് കിട്ടുന്ന പണിക്കാരാണ് ഏറ്റവും ബെസ്റ്റ് നോക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിലാണ് ബാക്കിയുള്ള പണിതര കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. പിന്നെ ഇവിടെ 2 ചെയർ, സിമ്പിൾ ചെയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഇവിടെ ടീപ്പോയി ഒക്കെ വേണം, അതൊന്നും നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. കാരണം യൂസ് ചെയ്യാൻ ആളുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടായിട്ട് കാര്യമുള്ളൂ. ഇത് കിഡ്സ് റൂം ആയിരുന്നു. അത് കിഡ്സിന് ഇപ്പൊ സെറ്റ് ചെയ്തിട്ടില്ല. ഞാനിപ്പോ എന്താ വെച്ചാൽ കുട്ടി ഇത്ര പോകുന്ന കുട്ടിയില്ല, അപ്പൊ കിടക്കണത്. അപ്പൊ ഇനി കുറച്ച് കുട്ടി അധികമായി കഴിഞ്ഞാൽ നമ്മൾ കിഡ്സ് റൂം ആയിട്ട് സെറ്റ് ചെയ്യുന്നതാവും. അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഇതിന് നമ്മൾ ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. അതായത് ഗ്ലാസ് ഒന്നും അല്ലെങ്കിൽ പോലും സാധാ ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെയൊക്കെ നാട്ടില് പൂരങ്ങളും ഫംഗ്ഷനുകളും ഒക്കെ ഇഷ്ടം പോലുള്ള നാടാ. അപ്പോൾ ജസ്റ്റ് ഒരു സ്പേസ് കിട്ടിയപ്പോൾ നമ്മൾ ഇവിടെ ഒരു ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടുന്ന് നോക്കുമ്പോൾ താഴത്തേക്ക് നല്ല വ്യൂ അല്ലേ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടേജ് മൊത്തം നമുക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ മുകളിൽ 2 റൂം, താഴെ 2 റൂമായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് നേരെ വരുന്നത് വേറൊരു ബാൽക്കണി. ഇത് നമുക്ക് ബാൽക്കണി അല്ല, ഓപ്പൺ ടെറസ് ആണ്. ഇത് നമുക്ക് ഞാൻ പിന്നീട് ഇത് ഷീറ്റ് മേഞ്ഞിട്ട് ടൈൽസ് ഒക്കെ ഇടണമെന്നുള്ള പ്ലാനാണ്. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരികയാണ്, നോമ്പ് തുറ അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻ വരികയാണെങ്കിൽ 10 ടേബിൾ ഇടാനുള്ള ഒരു സ്പേസ് ബാക്കിലുണ്ട്. പിന്നെ ഈ 10 സെന്റ് സ്ഥലത്തിൽ തന്നെ നമുക്ക് 2 സെന്റ് സ്ഥലം ഇവിടെ തൊടിയായിട്ട് കിടക്കുന്നുണ്ട്. ഇപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ ആക്രിക്കാർക്ക് കൊടുക്കാൻ വെച്ചിട്ടുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ അത് തൊടി നമുക്ക് വൃത്തിയാക്കി സെറ്റ് ചെയ്യണം. ഇനി ഇതിൻ്റെ മുകളിലാണ് നമുക്ക് എന്ത് വരുന്നത്, വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് ഇനി കവാബോ അല്ലെങ്കിൽ ക്യാൻ ഫയറൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യാൻ നമുക്കിവിടെ ഒരു സ്ഥലമുണ്ട്. അല്ല നോക്കോളി, അത് നമ്മൾ വെറുതെ അല്ല. പിന്നെ ഇത് നമ്മുടെ കാർ പോർച്ചാണ്. കാർ പോർച്ചിന്റെ ഇവിടെ നമ്മൾ ട്രാക്ക് ചെയ്തിട്ടുണ്ടോ. മുകളിൽ കുറച്ച് ഇപ്പോൾ വെയിലാണ് ഉണ്ടാവുക.
ഇതിൻ്റെ മുകളിലാണ് നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുള്ളത്. ഇനി താഴത്തേക്കൊന്ന് നോക്കി, ഇത് സൂപ്പർ ആയിട്ടുണ്ട്. അതായത് ഇത് കണ്ടോ, മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ വെള്ളം ഒരിക്കലും ഇവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഒലിച്ചിറങ്ങൂല. ഇന്ന് പെയ്യുന്ന മഴ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് മൊത്തത്തിൽ ടെറസിന്റെ മുകളിലെ വെള്ളം താഴത്തോട്ട് വരില്ല. ഓക്കെ. പിന്നെ നിങ്ങൾ ചെരുപ്പ് ഇല്ലാതെ നടക്കണേ, ഇത്രയും വെയിൽ കൊണ്ടിട്ട് കാല് ചൂടുണ്ടോ? ഇത്രയും വെയിൽ കൊണ്ടിട്ട് കാല് ചൂടുണ്ടോ? നമ്മൾ നിൽക്കുന്നത് ഏകദേശം എത്രയോ ഡിഗ്രി കാല് ചൂടുണ്ടാവില്ല, കാരണം ഇത് വാട്ടർ പ്രൂഫാണ്. ഈ ചൂടാണ് നമുക്ക് എന്താണ് അടിയിലേക്ക് എടുക്കാത്തത്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇരിക്കാൻ സ്പേസ് ഉണ്ട് നല്ലത്. നൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത്രയും സ്ഥലം നമുക്ക് യൂസ് ചെയ്യാനുള്ള സ്ഥലമാണ്. അതായത് ഇത്രയും ഏരിയ എത്രയോ ആളുകൾക്ക് ഇതാ ഇങ്ങനെ വട്ടളഞ്ഞിരുന്ന് പാട്ട് പാടാം, വല്ല ഫംഗ്ഷൻ വെക്കുക, ബോക്സ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്യുക. അതിനുള്ള പോയിന്റ് ഒക്കെ ഞാൻ അവിടെ കണക്കാക്കിയിട്ടുണ്ട് കേട്ടോ. വൈബ് സ്ഥലം, എനിക്ക് ഇഷ്ടപ്പെട്ടു ഇവിടെ. അല്ല, ഇതൊക്കെ ഞാൻ ആദ്യം പ്ലാൻ ചെയ്ത് വെച്ചതാണ്. ഇതിനൊക്കെ നമ്മൾ ലൈറ്റും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഉണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേര് മൊത്തം അതാ ഞാൻ പറഞ്ഞ ടർഫ് കാണുന്നുണ്ട്, നല്ല അതാ കാണും ടർഫ്. ഇനി ഇത് മാത്രമല്ല, നമ്മുടെ ടാങ്കും എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാങ്ക് നമുക്ക് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമേ വരില്ല. അതായത് ഇതുവരെ വെള്ളം നിൽക്കുള്ളൂ. ഈ വെള്ളം ഈ നിൽക്കുന്ന സാധനം ഊറിയിട്ട് വേസ്റ്റ്, അതായത് ചളി ഇവിടെ നിന്ന് ഈ സാധനം തുറക്കുകയാണെങ്കിൽ ചളി എന്താവും? ഇതാ കാണിച്ചില്ല, ഇപ്പോൾ ഈ പോയത് ചളിയാണ്. അതായത് ഇതാ ഇനി വരുന്ന നല്ല വെള്ളം വരിക. ഈ കാണുന്നതൊക്കെ ചളിയാണ്. ഇത്ര പണിയുള്ളൂ. അതായത് ടാങ്ക് നമുക്ക് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ വെള്ളം അതിൽ ഇവിടെ പോയിക്കോളും. അതായത് ഊറി നിന്നിട്ട് ഈ ഒരു വേസ്റ്റ് നമ്മളൊരു ആഴ്ചയിൽ ഒരു വട്ടെങ്കിലും കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല വെള്ളം കുടിക്കും. അപ്പോൾ നിങ്ങൾ കണ്ണിൻ്റെ മുന്നിൽ നിന്നാണ് ആ സാധനം ഞാൻ തുറന്ന് കാണിച്ചത്. പിന്നെ വന്നതൊക്കെ നല്ല വെള്ളമാണ്. ഒന്നുകൂടി നമുക്ക് വേണമെങ്കിൽ തുറന്ന് കാണിച്ചു. പിന്നെ വരുന്നതൊക്കെ നല്ല വെള്ളം ഉണ്ടാവുക കണ്ടോ. പിന്നെ വരുന്നതൊക്കെ നല്ല വെള്ളം ഉണ്ടാവുക കണ്ടോ. അതായത് അത്രയും ചളി പോയി കഴിഞ്ഞാൽ പിന്നെ നല്ല വെള്ളം വരിക. ഇടയ്ക്ക് നമുക്കിതിങ്ങനെ തുറന്നു കൊടുത്താൽ വേസ്റ്റ് കൊണ്ട് പോയിക്കോളും. അപ്പോൾ നമ്മൾ നൗഫലിന് മനോഹരമായിട്ടുള്ള വീടിൻ്റെ ഹോം ടൂറൊക്കെ കഴിഞ്ഞ് ഉമ്മ ഉണ്ടാക്കി തന്ന അടിപൊളി ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ചു നേരം വർത്തമാനം പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. രാവിലെ വന്നതാണ്, ഇതുവരെ പാവത്തിന് വിട്ടിട്ടില്ല. സോ പറയൂ, എനിക്ക് തോന്നുന്നു കുറേ ആളുകൾ ഇപ്പം കല്ലുപണിക്കാരനാണെന്ന് പറഞ്ഞ ആളാണ് ഇന്ന് സ്വന്തമായിട്ട് ഇത്രയും നല്ലൊരു വീടൊക്കെ വെച്ചിട്ട് കയറിയിരിക്കുന്നത്, അതും ന്യൂ ഇയർ ആയിട്ടല്ലേ. എന്താ ആ ഒരു ഫീൽ? സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പേരൊന്നും ഞാൻ ആശിച്ച സാധനമല്ല. ഞാനൊക്കെ ഇങ്ങനത്തെ ഒരു വീട് ഞാൻ പണ്ട് തന്നെ കൂലിപ്പണി എടുക്കുന്ന ടൈമിൽ ഇങ്ങനത്തെ ഒരു വീട് പണി എടുക്കാൻ വേണ്ടി ആഗ്രഹിച്ചായിരുന്നു. അതാകുമ്പോൾ നമുക്കൊരു 10-30 ദിവസം അല്ലെങ്കിൽ ഒരു 35 ദിവസം കൂടുതൽ ജോലി കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥാനത്ത് അതുപോലത്തെ ഒരു വീട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിലൊരു മിറാക്കിൾ എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. അല്ല, ഇപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞു ഈ പ്രായത്തിൽ ഈ വീട് വെച്ചില്ലേന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കണം, ഞാൻ വെച്ചോ? നമുക്ക് കാരണം അതായത് +2 വരെ പഠിച്ച് നേരെ സ്കൂളിൽ ഒന്നും പോയിട്ടില്ല. പക്ഷെ ഇപ്പോഴും ഗൾഫിൽ നിന്നിട്ട് ഓരോർക്ക് ചെയ്യാൻ പറ്റാത്ത നമ്മൾ എങ്ങനെയൊക്കെ ചെയ്തെന്ന് ഒരു പിടുത്തമല്ല. കാരണം നമുക്ക് വരുമാനം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുമാനങ്ങളുണ്ട്. അതിലുപരി വരുമാനം ഉണ്ടെങ്കിൽ പോലും എല്ലാം വളരെ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും വിചാരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ നടന്നു പോകുന്നു എന്നുള്ളതാണ്. അൽഹംദുലില്ലാ, അതാണ് അൽഹംദുലില്ലാ, വേറെ ഒന്നും പറയാനില്ല. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യം ഒരു 15 വർഷം ഞങ്ങൾ വാടക വീട്ടിലായിരുന്നു, പാലക്കാട് വാടക വീട്ടിലായിരുന്നു. അവിടുന്ന് ഇവിടെ വന്ന് സ്വന്തമായിട്ട് ഇവിടുന്ന് ഉമ്മാൻ്റെ പെരക്കാരൊക്കെ കൂടിയിട്ടൊരു വീട് വെച്ചെന്നു ഞങ്ങൾക്ക്. അതിങ്ങനെ പിന്നെ ഞങ്ങൾ തട്ടിക്കൂട്ടി ഇങ്ങനെ വലുതാക്കി. അതപ്പോഴും എൻ്റെ വീടല്ല, അത് അവർ വെച്ചുവിടുന്ന വീടല്ല. അപ്പോൾ എനിക്കൊരു വീട് വെക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ വീട്ടിലോട്ട് ഏകദേശം 1.5 വർഷം കൊണ്ടാണ് ഈ വീട് ഇങ്ങനെ ആയത്. എനിക്ക് തോന്നുന്നു വീടെന്ന് പറയുന്നത് എല്ലാ ആൾക്കാർക്കും അത് സ്വന്തമായിട്ടുള്ളൊരു വീടെന്ന് പറയുമ്പോൾ എല്ലാ ആൾക്കാരുടെയും ഏറ്റവും വലിയൊരു ആഗ്രഹമായിരിക്കും. അപ്പം അല്ലേ, ഒരു മനുഷ്യന്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഒരു സ്വന്തം വീട്. ആ വീടാണിപ്പോൾ സ്വപ്നം സാക്ഷാത്കരിച്ച് ഇങ്ങനെ ഇരിക്കുന്നത്. ഭയങ്കര ഒരു പ്രൗഡ് ഫീൽ അല്ലേ? എന്താ പറയുന്നത്, ഉമ്മ ഭാര്യ എല്ലാവരും? അത് എൻ്റെ വീട്ടിലെന്താ വെച്ചാൽ ഉമ്മക്കായാലും വൈഫിനായാലും ഒക്കെ, ഉമ്മക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ പഴയ വീട്, അതിൻ്റെ ഉപ്പക്കാണെങ്കിൽ പഴയ വീട് അവൾക്കൊക്കെ ഇഷ്ടം. കാരണം ഓല് അവിടെ ഇങ്ങനെ ജീവിച്ച് ശീലമായി. ഇപ്പോൾ വൈഫിനാണെന്നുണ്ടെങ്കിൽ ഓൽക്ക് എന്താണെന്നല്ല പുതിയ വരുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ഓൽക്കിപ്പോൾ നമ്മളെ ഈ ഇപ്പോഴത്തെ പേരായിട്ട് കുറേ അറ്റാച്ച്മെൻ്റ് ഒന്നും ആവില്ല. ഇപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ആ വീട്ടിലേക്ക് ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇൻ്റർവ്യൂവിന് വരുമ്പോൾ ബുദ്ധിമുട്ട് വഴിയൊന്നുമില്ലല്ലോ. അപ്പോൾ എനിക്ക് ഈ ഒരു വീട്ടിലോട്ട് ഇത്രയും പെട്ടെന്ന് മാറാനുള്ള ഇതെന്താ ഉണ്ടായെന്ന് വെച്ചാൽ എൻ്റെ വാപ്പ ഒരു 5 മാസം മുമ്പ് മരണപ്പെട്ട്. ആ മരണപ്പെട്ട ടൈമിൽ
ഈ മയ്യത്ത് കാണാൻ പോലും ആളുകൾ വരാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ റോഡിൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു. കാരണം ഫുള്ള് അന്ന് മരിക്കുന്ന ടൈമിൽ മഴക്കാലമാണ്. അപ്പോൾ എല്ലാ ചളിവെള്ളവും എല്ലാ വെള്ളം പാടെ ഈ റോട്ടിലോട്ട് ഇങ്ങനെ ഒരു കുണ്ട് സ്ഥലമല്ലേ, അങ്ങനെ അട്ടപ്പാസാറ് പിടിച്ചിട്ട് നമുക്ക് ആരോഗ്യമുള്ളൊരു മനുഷ്യന്മാർ പോലും അതിനെ നടന്ന സ്ലിപ്പാകുന്ന ടൈപ്പായിരുന്നു. അപ്പോൾ പിന്നെ ആരും ഇത് മയ്യത്ത് കാണാൻ പോലും വരാത്തൊരു സിറ്റുവേഷനായി. അപ്പോൾ ഞാനിങ്ങനെ അതായത് ഈ ഇടവഴിയിലൂടെ ഞാനും എൻ്റെ അളിയനൊക്കെ കൂടി ഇങ്ങനെ ഇതിങ്ങനെ മയ്യത്ത് ഇങ്ങനെ പിടിച്ചു വരുമ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ഒരു പഠിച്ചോനെ നാളെ ഇനി ഇത് ആർക്കാണ് വരിക, ഇനി എൻ്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ ഒരു സിറ്റുവേഷൻ വരുന്നതിന് മുന്നേ എങ്ങനെയെങ്കിലും റോഡ് സൈഡിലുള്ളൊരു വീട്ടിലോട്ട് മാറണമെന്ന് മനസ്സിൽ അന്ന് ഇങ്ങനെ ശബ്ദം വെച്ച് പെട്ടെന്ന് തട്ടിക്കൂട്ടി. അതായത് അതിന് മുമ്പൊക്കെ പെര വെച്ച് തുടങ്ങിയായിരുന്നു. അതായത് പെട്ടെന്ന് പണി കഴിച്ചത് 2 മാസം കൊണ്ടാണ്. ഒരു 3 വാപ്പ മരിച്ചിട്ട് 5 മാസമായി. 2 മാസം ഒന്നും പെര നോക്കിയില്ല. പിന്നെ ഒരു 3 മാസം കൊണ്ട് ഈ ഒരു ലെവലിലേക്ക് ആക്കിയെടുത്തു. അതിന് മുമ്പ് പണി തുടങ്ങിയ സ്ട്രെച്ചറായിരുന്നു. പിന്നെ 3 മാസം കൊണ്ടാണ് ഫിനിഷിങ് വർക്ക് ചെയ്തത്. എനിക്ക് തോന്നുന്നു വീട് പണിയുടെ എല്ലാ സമയത്തും വാപ്പ ഉണ്ടായിരുന്നു. വാപ്പ സത്യം പറഞ്ഞാല് ഞാൻ ഉമ്മനെ ശരിക്കും ഈ വീഡിയോയിൽ ഇപ്പൊ കൊണ്ടുവരാത്ത ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മക്ക് ഭയങ്കര ടെൻഷൻ. അപ്പൊ എന്താ വെച്ചാൽ ഈ ഒരു വീട്ടില് സത്യം പറഞ്ഞങ്ങളൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം നമുക്കുണ്ട്. ഇപ്പൊ ഈ വീട്ടിൽ കയറി ചെന്നപ്പോഴൊക്കെ ഭയങ്കര സന്തോഷം. ഒരു സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പാടെ ഉള്ളിലോട്ട് കയറുമ്പോൾ അതൊരു തന്നെയാണ്. ഇപ്പം വാപ്പല്ലാത്ത ഉമ്മറക്കോലായും ഉമ്മല്ലാത്ത അടുക്കളയാണ് ദുനിയാവിൽ ഒരാളുടെ നരകമെന്ന് പറയുന്നത് സംഭവം ശരിയാണ്. അവർ രണ്ടിൽ ആരെങ്കിലും ഒരാളില്ലാതെ ആകുമ്പോഴാണ് നമുക്കതിൻ്റെയൊക്കെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അറിയുള്ളൂ. അങ്ങനെ അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഉമ്മനായിട്ട് ഇങ്ങനെ കയറുമ്പോഴൊക്കെ എൻ്റെ മൈൻഡിലുള്ളത് വാപ്പ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. കാരണം അവസാനം ഇവിടുന്ന് ഈ കിണർ കുത്തുന്ന ടൈമിലാണ് പോകുന്നത്, പിന്നെ ഇങ്ങോട്ട് കയറിയിട്ടില്ല. അപ്പോൾ ആ ഒരു വീട് ഇരുന്നപ്പോൾ ഏറ്റവും ഒരു സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രം. അതുകൊണ്ട് ഞാൻ പരിപാടികളൊക്കെ ചുരുക്കിയായിരുന്നു. അതായത് എൻ്റെ കല്യാണത്തിനും അതായത് പെങ്ങളെ കല്യാണത്തിനും എൻ്റെ കല്യാണത്തിനൊക്കെ 2000 ആളുകളുടെ പരിപാടിയായിരുന്നു. അപ്പോൾ പിന്നെ ഈ ഒരു പരിപാടിക്ക് വളരെ ചുരുക്കം ആളുകൾ മാത്രമേ വിളിച്ചുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഈ നാട്ടിൽ നിന്നും ഒരുപാട് ആളുകളെ ഞാൻ ക്ഷണിച്ചിട്ടില്ല. അത് ക്ഷണിക്കാത്തത് വേറൊന്നുമില്ല, എനിക്കൊരു വീഡിയോയിൽ പറയാൻ പറ്റുമോ ഇല്ലയെന്നൊന്നും അറിയില്ല. പക്ഷെ എനിക്കത് ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ എൻ്റെ കല്യാണത്തിന് 2000 ആളെ വിളിച്ചു, എൻ്റെ കല്യാണത്തിന് 2000 ആൾ വിളിച്ചു. പക്ഷെ എൻ്റെ വാപ്പ മരിച്ച ടൈമിൽ 200 ആൾ പോലും വന്നില്ല എന്നുള്ളതാണ്. അത് ഭയങ്കര സങ്കടമല്ലേ? കാരണം നമ്മുടെ എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ആളുകൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു മരണം ഉണ്ടെങ്കിൽ അതിനും കൂടെ നിൽക്കണ്ടേ? അപ്പോൾ പിന്നെ എനിക്കിങ്ങനെ തോന്നി. അപ്പോൾ പിന്നെ ഞാൻ വിഷയം എന്തിനാണ് എല്ലാവരെയും വിളിക്കും. ഞാനിപ്പോൾ എന്നും നമ്മൾ അപ്പോൾ നാട്ടുകാരെ കുറ്റം പറയുക ഒന്നുമല്ല, നമുക്കത് ഇവരൊക്കെ നമുക്ക് ആവശ്യമുള്ള ആൾക്കാർ. പക്ഷെ എന്തുകൊണ്ട് ഒരു വന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ഇപ്പോൾ നമ്മൾ പള്ളിയിൽ മയ്യത്ത് നിസ്കരിക്കുമ്പോൾ ഒരു 3 സഫെങ്കിലും വേണമെന്ന് പറയും, 2 സഫ് പോലും തികഞ്ഞില്ല. എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അപ്പോൾ അങ്ങനെയൊക്കെ ആയിക്കോട്ടെ, ഞാൻ ഉള്ള ആൾക്കാരോണ്ട് അങ്ങനെ ചെയ്യാമെന്നുള്ളൊരു ഇതായി, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ അതിനെ പരിപാടിയും അങ്ങനെ ചുരുക്കി കഴിച്ചാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ സന്തോഷങ്ങളിൽ പങ്കുചേരാൻ കുറേ ആൾക്കാരുണ്ടാവും, പക്ഷേ വിഷമങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ അറിയും ശരിക്കും ഉള്ള ആൾക്കാർ ആരൊക്കെയാണ്. എനിക്ക് പൊതുവേ എനിക്ക് നേരിടുന്ന സംഭവം എന്താണെന്നറിയോ? ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഞാനിപ്പോൾ നേരിടുന്ന ഏറ്റവും കൂടുതൽ എനിക്ക് ജാടയാണ്, അഹങ്കാരമാണെന്ന് പറയാം. വീട് വെച്ചത് കൊണ്ട് അഹങ്കാരി ആകുമോ? ഇനി ഞാൻ സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ പേടിച്ചുകൊണ്ട് കുത്തിരിക്കാറ്. അതായത് ഇനി ഇതിപ്പോൾ ചവിട്ട ചളിയാവോ, ഇത് എൻ്റെ പെര തന്നെ ആണോ? അതായത് ഞാനൊക്കെ എൻ്റെ ഉമ്മയൊക്കെ പണ്ടുമ്പോൾ പറഞ്ഞല്ലോ 30 രൂപക്ക് ആ വീട്ടിലേക്ക് ഞാനും പോക്കുണ്ട്. എന്തിനാണ് അവിടെ TV കാണാൻ. അപ്പോൾ എനിക്ക് ആ വീടിൻ്റെ ഉള്ളിലേക്ക് എനിക്ക് സ്ഥാനമില്ല. നമ്മളാ പുറത്ത് ഇങ്ങനെ ഇതേമാതിരി പഠിക്കലിരുന്നിട്ട് വേണം TV കാണാൻ. അപ്പോൾ ആ അന്നത്തെ നമ്മുടെ മനസ്സിലുണ്ടായ ആ വിങ്ങലും വിള്ളൽ ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെ കയറാൻ പറ്റുമോ? അതായത് ഈ വീട്ടിലിപ്പോൾ എനിക്ക് അന്നത്തൊക്കെ എനിക്ക് ഇപ്പോൾ ഓർമ്മ, ഇതിൻ്റെ സ്വന്തം വീടാന്നുള്ള ഓർമ്മ പോലും എനിക്കില്ല. അതായത് ഇപ്പോഴും ഞാൻ അങ്ങനെ ആലോചിക്കും, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ? അതായത് അന്ന് നമ്മുടെ ചെറിയ പ്രായത്തിൽ നമ്മുടെ മനസ്സിന് അത്രയും കുത്തി നോക്കണമെങ്കിൽ നമുക്കത് വലിപ്പത്തിലും അതിങ്ങനെ ഭയങ്കരമായിട്ട് അതിപ്പോഴും എനിക്കുണ്ട്. അതിന് എൻ്റെ പെരയാണെന്നുണ്ടെങ്കിൽ ഏത് പെരയാണെന്നുണ്ടെങ്കിലും. പിന്നെ എന്തുകൊണ്ട് ആൾക്കാർ ജാട എന്ന് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു സാധാരണക്കാർ, അതായത് നേരംഗത്തിലൊരു വിദ്യാഭ്യാസം നമുക്ക് കിട്ടിയിട്ടില്ല, പഠിക്കാനുള്ളൊരു ഇത് കിട്ടിയിട്ടില്ല. ഒരു 3 വർഷം മുമ്പ് വരെ ഞാൻ ഇവിടുത്തെ ചെക്കന്മാരുടെ കൂടെയാണ് കൂലിപ്പണി ഉണ്ടായിരുന്നത്. അപ്പോൾ ആ പണിക്കാരൻ ഇന്ന് അവരെ മുമ്പ് കൂടെ തന്നെ കാറിൽ പോകുന്നു, വലിയ വീട് വെക്കുന്നു, ആർക്കും പറ്റൂല. സത്യം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾ സാധാരണക്കാർ നേരാകുമ്പോൾ മാത്രമാണ് ഈ പ്രശ്നം വരുന്നത്. നേരെ മറിച്ച് ഒരു പൈസക്കാരന് ഒരു വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പോൾ പൊതുവെ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് വിമർശനം കേട്ടത് ഞാൻ സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ ഈ ഒരു പ്രോഗ്രാമിന് ക്ഷണിച്ചില്ല എന്നുള്ളതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാവരും ക്ഷണിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് ഏകദേശം ഒരു ചാനലിൽ 8 ലക്ഷം, ഒരു ചാനലിൽ
ഏകദേശം 3 ലക്ഷത്തിൻ്റെ മുകളിൽ വരുന്നുണ്ട്. അപ്പോൾ 10 ലക്ഷം ആളുകൾ എനിക്ക് എല്ലാവരും ഒരേപോലെ. ഈ 10 ലക്ഷം ആളുകളെ ഞാൻ ക്ഷണിച്ച് ഇവർ വന്നു കഴിഞ്ഞാൽ ഞാൻ എവിടെ പാർക്ക് ചെയ്യും എന്നുള്ളതല്ല എൻ്റെ ടെൻഷൻ വരാം. നമ്മൾ വീട് പണി എടുക്കുകയാണെങ്കിലും ഒരു പരിപാടി നടത്തുകയാണെങ്കിലും ഈ 10 ഒരു 100 വണ്ടി വന്ന് ഇവിടെ നിർത്താൻ സ്ഥലമില്ല. അതുകൊണ്ട് തന്നെയാണ് പരിപാടി ഞാൻ ചുരുക്കിയത്. പക്ഷെ ആർക്കും ഇല്ലാത്ത വിമർശനങ്ങളാണ് നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ വരുന്ന കമൻസ് ഞങ്ങൾ കാരണമാണ് നീ നേരായതെന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഒരു മനുഷ്യൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഒരു മനുഷ്യൻ ഫോൺ യൂസ് ചെയ്യുമ്പോൾ എന്തായാലും എൻ്റെ ഒരു വീഡിയോസ് മാത്രമല്ല കാണുക, ഒരുപാട് പേര് വീഡിയോസ് കാണും അല്ലേ. അതായത് കുറേ യൂട്യൂബിലിപ്പോൾ ഇനി ഈ വ്ളോഗല്ലാന്നുണ്ടെങ്കിലും അതിനൊക്കെ അവർ സമയം അതിന് കണ്ടെത്തും. പക്ഷേ നമ്മളോട് പറയുന്നത് ഞങ്ങൾ കാരണമാണ് നീ നേരായത്, അപ്പോൾ നീ ഞങ്ങളിങ്ങോട്ട് വിളിക്കണം എന്ന് പറയുമ്പോൾ എനിക്കെല്ലാവരും വിളിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം മാത്രം ആരും ചിന്തിക്കുന്നില്ല. എനിക്ക് ഭയങ്കര നമ്മളെന്തോ ഒരു തെറ്റ് ചെയ്ത ഒരു ഫീലാണ്. അല്ല, അതൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യമില്ല. അപ്പോൾ നിനക്ക് ഡേറ്റ് പറഞ്ഞാൽ പോരാ. ഡേറ്റ് ഞാൻ പക്ഷേ നിൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് ഇതുപോലെ ഡേറ്റൊക്കെ പറഞ്ഞായിരുന്നു. അന്ന് ഇതുപോലെ എത്രയോ ആളുകൾ വന്നായിരുന്നു. എന്നിട്ട് ഇവിടെയൊക്കെ ഫുള്ള് ബ്ലോക്കാണ്. എന്നിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിലാണ്. അതായത് നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് നടക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സ്റ്റേഷനിൽ പറഞ്ഞിട്ട് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ വെക്കണം. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിങ്ങ് വരരുത് വെച്ചിട്ടാണ് ഇങ്ങനെ ആക്കിയത്. പക്ഷെ അത് ഭയങ്കര വിമർശനമായിട്ട് മാറി. ഇപ്പോൾ ഉമ്മാക്കാണെന്നുണ്ടെങ്കിലും എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് വന്ന കമൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കീഴ്പ്പെട്ടിക്ക് നോക്കി പെരുമാറിക്കോ, വന്ന വഴി മറക്കരുത്, പടച്ചോനെ മറന്ന് ഇതാക്കരുത്, തല മറന്ന് എണ്ണ തേക്കരുത് എന്നൊക്കെ എനിക്ക് കമൻസ് വരുന്നത്. അപ്പോൾ ഇതെന്നൊക്കെ ഇവർ ഉദ്ദേശിക്കുന്ന സംഭവം എന്താ? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. കീഴ്പ്പെട്ടിക്ക് നോക്കി പെരുമാറി ഈ പഴയത് ചിന്തിച്ചോ എന്നാണ് ഇവർ പറയുന്നത്. ഒരിക്കലും നമ്മുടെ ഇത് നന്നായിക്കോ എന്നല്ല പറയണത്, നന്നായതിനെ കീഴ്പ്പെട്ട് നോക്കി പെരുമാറിക്കോ. അതായത് ഈ പൊന്തരുത് ഈ അങ്ങനെ. പിന്നെ കുടുംബത്തിൽ നിന്നാണെന്നെങ്കിലും എൻ്റെ ഉമ്മനോട് എല്ലാവരും പറയുന്ന കാര്യമാണ് എന്താണ് ഓൻ്റെ പോക്ക് എങ്ങോട്ടാണ്, കടം ആരിങ്ങി വെച്ചിരിക്കുകയാണ് അങ്ങ്. അപ്പോൾ ഉമ്മാക്കിപ്പോൾ ഒരു പഴയ ആൾക്കാരല്ലേ, അപ്പോൾ ഉമ്മാക്കും ആ ഒരു ഇടങ്ങേറുണ്ട്. അപ്പം എൻ്റെ ഉമ്മ പറയുന്നതാണ് ഓൻ ചെയ്യണോ എൻ്റെ അടുത്തൊന്നും പറയുന്നില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു വീടിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിരുന്നത് ഇപ്പോൾ എൻ്റെ വൈഫും എൻ്റെ ഉമ്മയൊക്കെ തന്നെയാണ്. അല്ലാതെ വേറൊരാളെയൊന്നും ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ വൈഫിൻ്റെ ഒരു 15 പവൻ ഗോൾഡ് ഞാൻ പണയം വെച്ചിട്ടില്ല, നേരെ വിൽക്കുക ചെയ്തിട്ടില്ല. ഉമ്മന് ഞാൻ ആഗ്രഹിച്ച് വാങ്ങിക്കൊടുത്ത 2 വള ഉണ്ടായിരുന്നു, അത് ഞാൻ വിറ്റ്. മോളുടെ മാത്രം ഒന്നും എടുത്തില്ല. കാരണം ഈ ഫൈനൽ സ്റ്റേജിലെത്തുമ്പോൾ ഒരു വീട് പണി എടുത്ത ആളുകൾക്ക് എന്തായാലും ഫിനാൻഷ്യലി ഭയങ്കര പ്രശ്നങ്ങൾ തന്നെ വരാം. ഇത് ചിലപ്പോൾ എനിക്ക് ഒരു 3-4 മാസം എനിക്ക് ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. ഇപ്പോൾ ഞാനിപ്പോൾ നേരെ മറിച്ച് വേറൊരാളേക്കെന്നാണ് ഫണ്ട് വാങ്ങണമെങ്കിൽ ആ ഒരു ഇതൊക്കെ ഞാൻ അടക്കേണ്ടി വരുമോ, ചിലപ്പോൾ അവരോടൊന്ന് ചോദിക്കും. ഇതിപ്പോൾ അതൊന്നുമില്ല, ഇവരോട് മാത്രം സമാധാനം പറഞ്ഞാൽ മതി. കാരണം എനിക്ക് മാത്രമുള്ള വീടല്ല, അവർക്കൊക്കെ ഉള്ള വീടാണ്. അപ്പം നമുക്ക് ഏറ്റവും വലിയൊരു സ്വപ്നം വീടാണെന്നുണ്ടെങ്കിൽ ആ വീടിന് ഇതാക്കുക, ഗോൾഡൊക്കെ നമുക്ക് പിന്നെ വാങ്ങാലോ എന്നോട് പറഞ്ഞപ്പോൾ അന്നായിക്കോട്ടെ എന്ന് പറഞ്ഞത് വാങ്ങി ചെയ്തതാണ്. അങ്ങനെ എന്തായാലും ഇപ്പോൾ അൽഹംദുലില്ലാ ഒരു വീട്ടിലിരിക്കുന്നുണ്ട്. അതിൽ ഒന്നും വിചാരിക്കാത്ത സംഭവം ലൈഫിൽ നടക്കുന്നുണ്ട്. വീട് നിങ്ങൾക്ക് ഇഷ്ടമാകും? വീട് അടിപൊളി വീടാണ്, ഒന്നും പറയാനില്ല. ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര പോസിറ്റിവിറ്റി ഉള്ളൊരു വീടാണ്. നമുക്ക് ചില വീടുകൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ അവിടെ നിന്ന് അതിലേക്ക് ഒരു നെഗറ്റീവ് എനർജി നമുക്ക് കിട്ടും. ചില വീട് നോക്കുമ്പോൾ ഒരു പോസിറ്റിവിറ്റി നമുക്ക് ഓൾറെഡി പുറത്തുനിന്ന് നോക്കുമ്പോൾ ഉള്ളിലത്തെ ഒരു സാധനം കിട്ടും. പക്ഷെ ഇവിടെ പുറത്ത് നോക്കിയാലും ഉള്ളിൽ നോക്കിയാലേക്ക് നല്ല പോസിറ്റിവിറ്റി ആണ്. നമുക്ക് ഇവിടെ വന്നിട്ട് പുറത്തേക്ക് പോകണം എന്നുള്ളൊരു ഫീലില്ല. കാരണം ഇവിടെ ഇരിക്കാൻ ഒരുപാട് സ്ഥലമുണ്ട്, കുറെ കാണാനുണ്ട്. പിന്നെ എവിടെ നോക്കിയാലും ഫ്രെയിംസ് ആണ്. പിന്നെ അത് മെയിനായിട്ട് ഞാൻ ഓടുന്നേക്കാൾ കൂടുതൽ നമ്മുടെ എഞ്ചിനീയർ ഓടിയിട്ടുണ്ട്. എന്തായാലും എല്ലാം കൊണ്ടും വലിയൊരു കാര്യമില്ല. പിന്നെ ഈ ഒരു വീട് ഇനിയിപ്പോൾ ഞാൻ ഓപ്പണായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു യൂട്യൂബ് ഉള്ളതുകൊണ്ട് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട് എനിക്ക് ഒരു വീടിൻ്റെ ബഡ്ജറ്റ് നോക്കാൻ എനിക്ക് ഇങ്ങോട്ട് ഇതിന് എത്ര ബഡ്ജറ്റായി എന്ന് പറയാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരാൾക്ക് ഇപ്പോൾ ഒരാൾ പെര കയറ്റുകയാണെങ്കിൽ അയാൾക്ക് കിട്ടുന്നേക്കാൾ 2% എനിക്ക് വരുള്ളൂ. കാരണം ആ ഒരു ഷോപ്പിൻ്റെ ഒരു പരസ്യം പാടം ഞാൻ അതിൽ ചെയ്തു കൊടുക്കുമ്പോൾ അവർക്കും കാര്യമാണ്, വീട് പണിയുന്ന നമുക്കും കാര്യം. അപ്പോൾ യൂട്യൂബുള്ള ടൈമിലാണ് നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, വീട് പണിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ വന്ന കമൻറ്റുകൾ വേറെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ വെറുതെ കിട്ടിയ പൈസ അല്ലേ എന്നാണ്. ഒരു കൊളാബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ കുറേ സാധനമൊക്കെ അതിൽ കൊളാബ് ഉണ്ട്. ചെറിയ പൈസയുള്ള സാധനങ്ങളൊക്കെ കൊളാബ് ഉണ്ട്. കാരണം ഇപ്പോൾ ഒരു ഷൂറേക്ക് ആണെങ്കിലും അതിന് മുകളിലുള്ള വാട്ടർ പ്രൂഫ് ആണെങ്കിൽ കൊളാബാണ്. ഇപ്പോൾ ഓട്ടോമാറ്റിക് ഗേറ്റ് ആണെന്നുണ്ടെങ്കിൽ കൊളാബാണ്. കാരണം ഞാനൊന്നും പൈസ മുടക്കിയിട്ട് ഓട്ടോമാറ്റിക് ഗേറ്റ് ഞാൻ വെക്കില്ല. കാരണം അവർക്കത് വെക്കാമെന്ന് പറഞ്ഞപ്പോൾ നമുക്കതൊരു ഗേറ്റും കിട്ടി. നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അവരിപ്പോൾ ഒരു കമ്പനി
അവരിങ്ങോട്ട് ചോദിച്ചു വരാണല്ലോ. ഞാൻ അങ്ങോട്ട് പോയിട്ട് എനിക്ക് കൊളാബ് തരുന്ന ആരോട് ചോദിക്കലില്ല. അവരിങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ചെയ്തോളി. കാരണം അവരിങ്ങോട്ട് ചോദിക്കുമ്പോൾ നമ്മളത് ചെയ്തു കൊടുക്കുന്നു. നമുക്ക് ഈ ഒരു ടൈമിൽ ഇപ്പോൾ നാളെ റീച്ച് ഇല്ലാത്തൊരു ടൈമാണെങ്കിൽ ഇതൊന്നും നമ്മൾ ചിലതൊക്കെ നമ്മൾ പൈസ അറിയണ്ടേ. അപ്പോൾ എല്ലാം കൊണ്ടും നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ പെര എങ്ങനെയാണ് കയറിയുന്നത് പോലും നമുക്ക് അറിയണില്ല. എന്തായാലും ഒക്കെ കയറി അൽഹംദുലില്ലാ. അപ്പോൾ എന്തായാലും 2025 നൗഫലിനെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മാസമാണ്. ശരിയാണ്, ലൈഫ് ആകുമ്പോൾ കുറേ വിഷമങ്ങൾ ഉണ്ടാവും. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ കൂടെ ഉണ്ടാവണം എന്നില്ല. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ കുറച്ച് ആഗ്രഹങ്ങളും കൂടെ സാധിച്ചു. ആൻഡ് ഓൾസോ ഒരുപാട് പേർക്ക് ഭയങ്കര പ്രചോദനമാണ് നൗഫലിന്റെ ജേർണി ഒക്കെ ആണെങ്കിലും. നമ്മൾ ചുമ്മാ കണ്ടു പോകുന്ന, വെറുതെ കണ്ട് സ്ക്രോൾ ചെയ്ത് വിടുന്ന ഒരു വീഡിയോ ഉള്ള ഒരാളല്ല നൗഫൽ. കാണുന്ന ഒന്നോ രണ്ടോ ആൾക്കാരെങ്കിലും ഇൻസ്പയർഡ് ആയിട്ടുണ്ടാവും നൗഫലിന്റെ ഒരു ലൈഫിൽ നിന്നും. അപ്പോൾ ഇതേപോലെ തന്നെ മുന്നോട്ട് പോട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി അങ്ങോട്ടും എല്ലാം അടിപൊളിയാവട്ടെ. And thank you so much for inviting us. Thank you, Naufal, and all the very best.